മോർണിംഗ് ടീച്ചർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ എടുത്തായിരുന്നു? സമവാക്യ ജോഡികൾ എന്നുള്ള പാഠം തുടങ്ങി വെച്ചായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ എന്താ ചെയ്തായിരുന്നു? ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ ആ ചോദ്യം വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ എന്ത് ചെയ്യും, മനസ്സിലായ കാര്യത്തിൽ നമ്മൾ രണ്ട് സമവാക്യത്തിലേക്ക് മാറ്റും അല്ലെ. എന്നിട്ട് എന്താ ചെയ്തായിരുന്നു? എക്സിന്റെ ഗുണങ്ങളെ ഒരേപോലെ ആക്കിയിട്ട് എക്സും വൈയും കണ്ടുപിടിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു രീതിയാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു രീതി. ഇങ്ങനെ പുതിയൊരു രീതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പരിഹരിക്കാമെന്നാണ് പഠിക്കേണ്ടത്. അപ്പൊ ചോദ്യം ഇതാണ്: രണ്ട് സംഖ്യകളുണ്ട്, അതിന്റെ തുക 28ഉം വ്യത്യാസം 12ഉമാണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണ് ചോദ്യം. അതായത് തുക 28ഉമാണ്, വ്യത്യാസം 12ഉമാണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ എന്താണ്, നമുക്ക് മനസ്സിലായ കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം, സമവാക്യ രൂപത്തിൽ എഴുതാൻ പോകും. നമുക്കിവിടെ എന്തൊക്കെ അറിയില്ല? സംഖ്യകളെ നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് അറിയാത്ത സംഖ്യകളെ എന്ത് കൊടുക്കാം? എക്സ് എന്നോ ഒന്നിന് എക്സ് എന്ന് കൊടുത്താൽ മറ്റേ എന്ത് കൊടുക്കാം? വൈ എന്ന് കൊടുക്കാം. എക്സും വൈയും ആണ് നമ്മൾ അറിയാത്ത സംഖ്യകൾ. അല്ലെങ്കിൽ നമുക്ക് ഇവരെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവരുടെ തുക എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 28 അല്ലേ? അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 28. അതുപോലെ വ്യത്യാസം എന്താണെന്ന് പറയുന്നത്? വ്യത്യാസം നമ്മൾ കുറച്ച് കിട്ടുന്നത് അത് എത്രയാണെന്ന് പറയുന്നത്? 12 അല്ലേ? അപ്പൊ എക്സ് മൈനസ് വൈ സമം 12. ഈ രണ്ട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുവരെ ചെയ്ത പോലെയല്ല, കുറച്ച് വ്യത്യാസം. അതാണ് വ്യത്യസ്തമായ രീതിയാണെന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താ? ഇത് തുകയാണല്ലേ, ഇത് വ്യത്യാസമാണ്. നമ്മൾ ആദ്യം ഈ തുകയും വ്യത്യാസത്തിനും തമ്മിൽ കൂട്ടും. തുകയും വ്യത്യാസം തമ്മിൽ കൂട്ടും. അപ്പൊ എന്താ വരിക? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു തുക എന്താണ്? 28 അല്ലേ? 28 പ്ലസ് 12. അതായത് 28 12 40. ഈ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ എന്താ? ഒരേ ടേംസിനെ അടുത്ത് കൊണ്ട് എക്സിന്റെ ടേംസിനെ അടുത്ത് കൊണ്ടുവരാം, വൈന്റെ ടേംസിനെ അടുത്ത് കൊണ്ടുവരാം. അപ്പോൾ എക്സ് എക്സ് പ്ലസ് വൈ മൈനസ് വൈ സൈഡ് കൂട്ടും. y minus y minus y ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. x plus x എന്താവും? 2x ആവും. അപ്പോൾ 2x സമം 40. 2x സമം 40. അപ്പോൾ x എന്ത് വരും? 40/2. x എന്തായിരുന്നു? നമ്മുടെ സംഖ്യയായിരുന്നു അല്ലേ? നമ്മൾ എടുത്തൊരു സംഖ്യ, അറിയാത്തൊരു സംഖ്യയായിരുന്നു. അത് നമുക്ക് 20 എന്ന് കിട്ടി. ഒരു സംഖ്യ നമുക്ക് 20 ആയിട്ട് ഉത്തരം കിട്ടി. ഇനി അടുത്ത സംഖ്യ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തുകയിൽ നിന്ന് നമുക്ക് വ്യത്യാസം കുറയ്ക്കും. തുകയിൽ നിന്ന് വ്യത്യാസം കുറയ്ക്കും. തുക മൈനസ് തുക കുറയ്ക്കണം, വ്യത്യാസം. അതായത് എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് മൈനസ് വൈ. ഇത് ബ്രാക്കറ്റ് ഇടണം. ഈ ബ്രാക്കറ്റിനോട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ ഇതൊരു സംഖ്യയാണ്. എക്സ് എന്ന് വൈ കുറയ്ക്കുക പറയുമ്പോൾ ബ്രാക്കറ്റ് ഇട്ടാണ് നിങ്ങൾ ചെയ്യരുത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ. മൈനസ് പ്ലസ് ആവും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ മൈനസ് എക്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് വെച്ചിട്ട് ഇത് ചെയ്യാം. അപ്പൊ ഇത് എക്സിന്റെ ടേംസിനെ അടുത്ത് എഴുതാം. അപ്പൊ എക്സ് മൈനസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൈ. അതായത് എക്സ് എക്സ് ക്യാൻസൽ ചെയ്ത് 2y കിട്ടും. ഈ 2y ആണ് ഇത്. ഇതാണ് നമ്മുടെ തുകയും വ്യത്യാസം നമ്മൾ കുറച്ചാൽ കിട്ടും. ഇതാണ് 2y. ആ 2y എന്താ? തുക എന്താണ്? 28 അല്ലേ? വ്യത്യാസം 12 ആണ്. മനസ്സിലാവില്ലേ? തുക 28 ആണ്. നമ്മൾ തുക ഇത്, വ്യത്യാസം ഇത് നമ്മൾ കുറച്ച് ചെയ്ത് വന്നപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ചെറുതാക്കി വന്നു. അപ്പൊ നമുക്ക് ഇത് 2y കിട്ടി. അത് ശരിക്കും എന്താ? 28 12 കുറച്ചതാണ്. അപ്പൊ 2y സമം 12. 28 കുറയ്ക്കണം 12, അതായത് 16. അപ്പൊ y എന്ത് വരും? 16/2 8 വരും. അപ്പൊ ഒരു സംഖ്യ എന്ത് വരും? മറ്റേ സംഖ്യ നമുക്ക് 8 എന്ന്. ചെറിയ സംഖ്യ 8 എന്ന് കിട്ടും, വലിയ സംഖ്യ 20 എന്ന് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ശരിയാണെന്നുള്ളത് വെരിഫൈ ചെയ്ത് നോക്കാം. രണ്ടും കൂട്ടി എത്ര കിട്ടുക? 28 കൂട്ടി 28 ആണ്. കുറച്ചാ കിട്ടുന്നത് 12 ആണ്. അപ്പൊ നമുക്ക് ഉത്തരം എന്താണ്? ശരിയാണ് അല്ലേ? നിങ്ങളിതിൽ ശ്രദ്ധിച്ചോ അറിയില്ല. വേറെ ഐഡിയ ഇതിൽ കൊടുത്ത് നടക്കുന്നത് വെച്ചാൽ ഇങ്ങനെ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ അറിയാം. ഇതൊക്കെ നമുക്ക് അറിയാം.
y plus x minus y ചെയ്താൽ അല്ലേ x plus y plus x minus y 2x ആണ്. അതായത് വലിയ സംഖ്യയുടെ 2 മടങ്ങാണ്. തുകയും വ്യത്യാസം കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും വലിയ സംഖ്യയുടെ 2 മടങ്ങും. തുകയിൽ നിന്ന് വ്യത്യാസം കുറച്ച് കഴിഞ്ഞാൽ 2 വലിയ കിട്ടും. അതായത് ചെറിയ സംഖ്യയുടെ 2 മടങ്ങായിരിക്കും കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലൊക്കെ ചെന്നിട്ട് അച്ഛനോടോ അമ്മയോടൊക്കെ വേണമെങ്കിൽ ചെന്ന് ചോദിക്കാം. മനസ്സിൽ 2 സംഖ്യകൾ വിചാരിക്കാൻ പറയാം. എന്നിട്ട് അവരോട് കൂട്ടിയ തുകയും കുറച്ച് വ്യത്യാസം പറയാൻ മതി. തുകയും പറയാൻ മതി, വ്യത്യാസം പറയാൻ മതി. എന്നിട്ട് നിങ്ങൾ പറയും സംഖ്യ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയും. അതിന് മൈൻഡ് റീഡിങ് മനസ്സിലാക്കിയാൽ വിചാരിച്ചോളാം. പക്ഷെ അതിന്റെ ബാക്കിൽ എന്താണ് നമ്മുടെ കണക്കാണ്. അതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ഉദാഹരണങ്ങൾ